സാറ് കിരീടത്തിന്റെ കാര്യമാണ് ഇപ്പോഴും ആൾക്കാർ പറയുന്നത്. ഈ സെക്കൻഡ് പാർട്ട് ചെങ്കോൽ, ഒരു കൂട്ടർ പറയുന്നത് ചെങ്കോലാണ് കിരീടത്തെക്കാട്ടി നല്ലത്, ചില കൂട്ടർ പറയുന്നത് സെക്കൻഡ് പാർട്ട് വേണ്ടേ വേണ്ടായിരുന്നു, ഫസ്റ്റ് പാർട്ട് മതിയായിരുന്നു. സാറ് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നത്? എന്താ എനിക്കത് സെക്കൻഡ് പാർട്ട് ഇഷ്ടമാണ്, മറ്റതിനേക്കാളും ഇഷ്ടമാണ്. കാരണം ഫസ്റ്റ് പാർട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഗ്രേറ്റ്നെസ് അതിനുണ്ട്. പക്ഷേ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആണ്. എനിക്കും റൈറ്റർക്കും ആക്ടേഴ്സിനും എല്ലാം ചലഞ്ചിങ് ആണ്. ഈ ഒരു ക്യാരക്ടർ ആദ്യത്തെ സിനിമയിലെ സേതുമാധവൻ എന്ന് പറയുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിലുള്ള സാധാരണക്കാരനാണ്. അയാൾക്ക് ഒരു ഹിസ്റ്ററി ഇല്ല, അയാൾക്കൊരു വലിയ എക്സ്പീരിയൻസ് ഇല്ല. സാധാരണ ഒരു കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ലൈഫ് എക്സ്പീരിയൻസൊക്കെ ഉള്ള അയാൾക്ക്. പക്ഷേ ഈ 7 വർഷങ്ങൾക്ക് ശേഷം അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ യെസ് ഗോൺ ത്രൂ എ ട്രോമ, ഒരു ജീവിതത്തിൻ്റെ എല്ലാ കടുത്ത ഡാർക്ക് സൈഡിൽ കൂടെയൊക്കെ കടന്നു പോയ ഒരാളാണ്. ഇത്രയും വലിയൊരു ദുരന്തത്തിൽ കൂടെ കടന്നു പോയ ഒരു മനുഷ്യനാണ്. ആ ഒരു ഗ്രോത്ത് ഉണ്ട് ആക്ടറുടെ, അത് ഗംഭീരമായിട്ട് മോഹൻലാൽ അതിലേക്ക് വന്നു. മോഹൻലാൽ ആദ്യത്തെ സിനിമയിൽ തന്നെ, ആദ്യത്തെ കിരീടത്തിന് ഫസ്റ്റ് പാർട്ടിൽ അതിഗംഭീരമായി ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് ഈ ക്യാരക്ടറിനെ വളരാൻ കാര്യം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ബാക്ക് സ്റ്റോറി, അല്ലെങ്കിൽ ഒരു ജീവിത അനുഭവങ്ങളിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി എല്ലാവരും. ഇപ്പോൾ തിലകൻ ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മകളെയും കൂട്ടിക്കൊടുക്കുന്ന ഒരാളായി മാറി എന്നുള്ളത് പലരും എന്നോടത്ത് അവരൊക്കെ അതിനെ കാണുന്നത് ഇവരൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിലാണ്. അതാണ് അതിൻ്റെ ആ സിനിമയ്ക്ക് കിട്ടിയൊരു വലിയ ഒരു ബഹുമതി എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്കറിയാവുന്ന ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന പോലെയുണ്ട് ആൾക്കാർ. എന്നാലും അച്ചോന്നേരം അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറയുന്ന രീതിയിൽ അയാൾക്ക് വേണ്ടി വാദിക്കാൻ ആൾക്കാർ വരികയാണ്. അപ്പം അതൊരു എഴുത്തുകാരൻ്റെ മൊത്തം അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടത് റൈറ്റർക്ക് തന്നെയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു കഥ ക്രിയേറ്റ് ചെയ്യുക, അത് ഓഡിയൻസ് അത്തരത്തിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ രണ്ടാം പാർട്ടിനെ കുറിച്ചുള്ള ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് എഗൻസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഒരാൾ എൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ രണ്ടാം ഭാഗം എന്ന് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാഗത്തെപ്പറ്റി എനിക്ക് അങ്ങനെ ഒരു മനസ്താപങ്ങളില്ല. എനിക്കത് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്, ഇതിന് മുകളിൽ നിൽക്കുന്നൊരു സിനിമയാണ് എന്നുള്ളത് തന്നെയാണ് ധരിക്കുന്നത്. കിരീടത്തിന് മോഹൻലാലിന് ഓൾമോസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടി എന്നുള്ള രീതിയിൽ വന്നിട്ട് മാറിപ്പോയി. എനിക്കത് മമ്മൂട്ടിക്കാണ് ഒരു ചെറിയ കോൺട്രവേഴ്സി ഉണ്ട്. അന്ന് സാറിൻ്റെ ഒരു പേഴ്സണൽ വ്യൂ അതിന് നാഷണൽ അവാർഡ് ഭരതത്തിന് മുമ്പ് തന്നെ മോഹൻലാലിന് കിട്ടണമായ ഡിസേർവിംഗ് ആയിരുന്നു. ഭരതത്തിൻ്റെ ഇപ്പോൾ കിരീടത്തിൻ്റെ മാത്രമല്ല, ആ വർഷം ചെയ്ത 2 സിനിമകളിലെയും മോഹൻലാലിൻ്റെ എൻ്റെ തന്നെ 2 സിനിമകൾ, കിരീടവും തൊട്ടടുത്ത് ലാൽ ചെയ്തത് ദശരഥമാണ്. ഇത് രണ്ടും കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ക്യാരക്ടേഴ്സാണ്. ഒരാൾ വളരെ ഒരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾ, മറ്റേ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എലൈറ്റ് ഏരിയയിൽ നിന്ന് വരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ക്യാരക്ടർ, ഈ ദശരഥത്തിലെ ക്യാരക്ടർ എന്ന് പറയുന്നതിന് അയാൾക്കൊരു വല്ലാത്ത എക്സെൻട്രിസിറ്റി ഉണ്ട്. ഒന്നിനെക്കുറിച്ചൊരു ഫിക്സേഷൻ ഇല്ല, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ആൾ ബേസിക്കലി ഒരു നെഗറ്റീവാണോ, അയാളും അയാളുടെ പണവും അയാളുടെ ഇഷ്ടങ്ങളും മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് അയാൾ. ശരിക്കും അയാളൊരു ഗ്രേ ഷെയ്ഡിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. പക്ഷേ അതിഗംഭീരമായിട്ട് ഈ 3 മാസങ്ങൾക്കിടയിലാണ്, ജൂലൈയിൽ ഇത് ഷൂട്ട് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും, ജൂലൈയിൽ ഈ പടം കിരീടം റിലീസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ദശരഥം ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരേ ആക്ടർ 29ാമത്തെ വയസ്സിൽ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഈ 2 സിനിമകൾക്കും കൂടി ഒരു അംഗീകാരം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ മമ്മൂട്ടിയുടെ കിട്ടിയ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിഗംഭീരം തന്നെയാണ്. അതിനെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാനില്ല. കാരണം വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ അതിഗംഭീരമായിട്ട് മമ്മൂട്ടിക്കല്ലാതെ വേറെ ആർക്കും ചെയ്യാനും കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷെ 2 പേർക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും അതൊക്കെ ആയിരിക്കും ആ ഒരു സ്പെഷ്യൽ മെൻഷൻ പോകുന്നത്. ഭരതത്തിലൂടെ തന്നെയാണല്ലോ പിന്നീട് അതെ.
അതെ. അത് ഞാനങ്ങനെ അതൊരു നാഷണൽ അവാർഡ് കിട്ടുമെന്നൊന്നും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അറിയില്ല. കാരണം അത് ആ സിനിമ ഉണ്ടായതൊക്കെ തന്നെ ഭയങ്കര ഒരു വളരെ എന്താണ് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അത് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ടുണ്ടായൊരു സിനിമയാണത്. അതായത് നമ്മൾ എടുക്കാൻ പോയ കഥയല്ല എടുത്തത്, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് കഥ മാറി പുതിയ കഥ ഉണ്ടാകുകയൊക്കെ ചെയ്യാം. ഒറിജിനൽ വേറൊരു സ്റ്റോറിയായിരുന്നു. അതൊരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ്. ഒരു ഒന്നുമല്ല, വേറെ ടോട്ടലി എൻറ്റയർലി ഡിഫറെൻറ്റ് കഥയാണ്. സെയിം പ്രൊഡ്യൂസറാണ്, മോഹൻലാൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ വിഷു റിലീസിനൊരു പടം വേണമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പടം വിഷുവിനാണ് റിലീസ് ചെയ്തത്, ഹിസാന സബ്ദുള്ള. അത് കഴിഞ്ഞിട്ട് ഭരതം അടുത്ത വിഷുവിനെ എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പുള്ളി പറയുകയും ഞങ്ങളൊരു കഥയുണ്ടാക്കി. അന്ന് പിന്നെ ഇവരെ ഒന്നും പോയി കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. കാരണം അവർ നമ്മളോടുള്ള വിശ്വാസം കൊണ്ട് അവരത് പ്രതീക്ഷിക്കുന്നില്ല. കഥയുടെ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഒരു 1 ലൈൻ മാത്രം പറഞ്ഞു കൊടുക്കും, ഇതായിരിക്കും ഇങ്ങനെ ഒരു കഥയാണെന്നൊക്കെ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ നമ്മൾ ആ കഥയെന്ന് പറഞ്ഞാൽ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ആ കഥ പിന്നീട് സിനിമയായി. സത്യനന്ദിക്കാട് ചെയ്തു, പിന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളെന്ന് പറഞ്ഞിട്ട്. അത് ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം. അന്നത് ചെയ്യാതിരുന്നതിനൊരു കാരണം ആ കഥയും മുമ്പ് ഇറങ്ങിയ ബാലചന്ദ്ര മേനോൻ്റെ ഒരു പെങ്കിളി കഥ എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഭയങ്കര സാമ്യമുണ്ടായിരുന്നു. സീനുകൾ, സിറ്റുവേഷൻസൊക്കെ. അത് പിന്നെ രണ്ടാമത് ചെയ്തപ്പോൾ ഒരു മാറ്റി ചെയ്തത് കുറേയൊക്കെ. അപ്പോൾ അത് പെട്ടെന്ന് മാറ്റേണ്ടി വന്നപ്പോൾ ഒരു പുതിയ കഥ ഉണ്ടായി വന്ന് ഒരു ദിവസത്തിനുള്ളിൽ പുതിയ കഥ ഉണ്ടാക്കി. ആ കഥ കൺസീവ് ചെയ്ത് ഏതാണ്ട് വിതിൻ 60 days തിയേറ്ററിൽ പടം ഇറങ്ങി വിത്ത് 5 ഫുൾ ലെങ്ത് സോങ്സ്, 8 മിനിറ്റ് 9 മിനിറ്റുള്ള 9 ക്ലാസിക്കൽ സോങ്സും ഒക്കെ ആയിട്ട് ഏതാണ്ടൊരു 30 to 35 days ഷൂട്ട് ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അവിടെ ഒരു 20 to 25 days. അതായത് അതൊരു ഗിന്നസ് ബുക്കിലേക്ക് പോകേണ്ട റെക്കോർഡാണ്. സ്റ്റോറി ഐഡിയ ഉണ്ടാകുന്നത് ജാനുവരി 23-നാണ്. ഡിസംബർ 28-ന് പടം, അല്ല മാർച്ച് 28-ന് പടം റിലീസാണ്. ലോഹിദാസ് റൂമിൽ തന്നെ ഇരിക്കുന്നു. ഈ 23-ന് കഥ മാറി പുതിയ കഥ തീരുമാനിക്കുന്നു. നെക്സ്റ്റ് ഡേ അപ്പോൾ ലാലിൻ്റെ അടുത്ത് വെച്ച് എന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു 4 ദിവസത്തെ സമയം തരാമെന്ന്, എഴുതി തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു, കോഴിക്കോടല്ല. പക്ഷേ നെക്സ്റ്റ് ഡേ പത്മനാഭൻ സാറ് മരിക്കുന്നു. അവിടെ കോഴിക്കോട് വെച്ച് തന്നെ മരിക്കുന്നത്. അപ്പം എല്ലാവരും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോയി. ലോഹിദാസിനെ മാത്രം അവിടെ കൊണ്ട് ഹോട്ടലിൽ ഇരുത്തിയിട്ട് ഞങ്ങളൊക്കെ അതിന് പോയി. തിരിച്ചു വന്ന് 27-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ സീൻ ഓർഡറിലാണ് ഷൂട്ട് ചെയ്യുന്നത്, എഴുതിയ ഓർഡറിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ പറ്റുള്ളൂ, കാരണം കയ്യിൽ കിട്ടുന്നതനുസരിച്ചല്ല ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ കഥയിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തു. ഇതിനകത്ത് അഡീഷണലായിട്ട് ലക്ഷ്മിയെ കൊണ്ടുവന്നു. അത് ഓവർ ദ ഫോൺ അവരോട് ഞാൻ കഥ പറഞ്ഞു, അവർ വന്നു. ബാക്കി എല്ലാവരെയും ആദ്യത്തെ കഥയിൽ ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ വെച്ചു. പക്ഷെ പാട്ടുകൾ ഓരോ ദിവസം വന്നിട്ട് പറയും, ഇന്നിപ്പോൾ ഒരു പാട്ട് വേണം കേട്ടോ എന്ന് പറയും. അല്ല, ഈ ഇപ്പോൾ ഒരു പാട്ട് വന്നിട്ടുണ്ടോ, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറയുന്നത് ഒരു പാട്ട് വന്നിട്ടുണ്ടോ പറയും. അപ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ മാഷെ വിളിക്കും, ഒരു പാട്ട് വന്നിട്ടുണ്ടോ എന്തെങ്കിലും കയറി പറയാൻ പറയും. അപ്പോൾ പുള്ളി ഇവിടെ വരും. കൈതപ്പുറം അവിടെ തന്നെയുണ്ട്, കോഴിക്കോട് തന്നെയുണ്ട്. അവരൊന്നും കൂടെ മുറിയിൽ നിന്ന് കമ്പോസ് ചെയ്യും. കമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലോഹിയെ കേൾപ്പിക്കും. ലോഹി ഹോട്ടലിൽ തന്നെ ഇരുന്ന് എഴുതുന്നതാണ്. ലോഹിക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ നിന്ന് എന്നെ കേൾപ്പിക്കും. ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റെക്കോർഡ് ചെയ്യാൻ വിടും. അവർ മദ്രാസിൽ പോയി റെക്കോർഡ് ചെയ്യും. അതുമായിട്ട് വരും. അപ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ അടുത്ത പാട്ട് തുടങ്ങിയുള്ളൂ. എഴുത്തിലാണ് അടുത്ത പാട്ട് വരും. അവർക്കിങ്ങനെ തീരുമ്പോൾ പണി കൊടുക്കുന്ന പരിപാടിയായി പോയി. അവരതുമായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് കുറേ അടുത്ത പാട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് കമ്പോസ് ചെയ്യും. ഇതേപോലെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് എഴുത്തുണ്ട് ലോഹി, കമ്പോസിങ് അറ്റൻഡ് ചെയ്യും. ഞാനും ഷൂട്ടിംഗ് ഉണ്ട്, കമ്പോസിങ് അറ്റൻഡ് ചെയ്യും. ഇതെങ്ങനെ നടക്കുകയാണ്, മൾട്ടിപ്പിൾ ടാസ്ക്കാണ് ഒരേ സമയത്ത് നടക്കുന്നത്. പക്ഷേ അത്രയും എഫേർട്ട് അതിൻ്റെ പുറകിലുണ്ടെന്ന് പടം കാണുമ്പോൾ തോന്നത്തില്ല. വളരെ ഈവൻ ദാസേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട്, ഡബ് ചെയ്യേണ്ടി വന്നു. പാട്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് അതിനകത്തൊരു ഇൻ്റർവെല്ലിനൊരു പോർഷനിൽ ലാലിൻ്റെ കഥാപാത്രം പറയും, ഞാൻ മംഗളം പാടി അവസാനിപ്പിക്കാമെന്ന് പറയും. പുള്ളി പാട്ട് നിർത്തുകയാണ്. ചേട്ടനുമായിട്ടുള്ളൊരു ചേട്ടന് വിഷമം ഉണ്ടാക്കിയ പുള്ളി ഞാനിനി പാടുന്നില്ല,
ഞാൻ മംഗളം പാടി അവസാനിപ്പിക്കാതെ. അപ്പോൾ ഈ മംഗളം പാടി അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക കീർത്തനമാണ്. അത് നമുക്കറിയില്ല. അപ്പോൾ രവീന്ദ്രൻ മാഷെ വിളിച്ചു. രവീന്ദ്രൻ മാഷ് പറഞ്ഞു ഞാൻ ഇവിടുന്ന് അയച്ചു തരാം. പിന്നെ ആഗ്രയിൽ പുള്ളിയുടെ ദാസേട്ടനപ്പോൾ അമേരിക്ക പോയി. ഞാനിവിടുന്ന് റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം, നിങ്ങളത് വെച്ച് ഷൂട്ട് ചെയ്ത് ദാസേട്ടൻ വരുമ്പോൾ നമുക്ക് പഠിക്കാമെന്ന് പറയും. അങ്ങനെ അയച്ചു തന്നു. ഞാൻ അത് വെച്ച് ഷൂട്ട് ചെയ്തു കഴിഞ്ഞ് ഫൈനലി വന്ന് ദാസേട്ടൻ്റെ അടുത്ത് പാടിക്കാൻ ചെന്നപ്പോൾ ദാസേട്ടൻ പറഞ്ഞു ഇത് തെറ്റാണ്, അത് അവിടെ മറ്റേ മാ വരുന്നതിന് വരെ ഇവിടെ സായ വരുന്നത്, എന്തൊരു കൺഫ്യൂഷൻ, ടെക്നിക്കലി മ്യൂസിക്കലായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ദാസേട്ടൻ പറഞ്ഞു നീ തെറ്റാണ് രവി, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു ദാസേട്ടൻ അതിനൊക്കെ രവിയേട്ടനെക്കാളും മോളിൽ ഞാനിയായുള്ളൂ. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു അപ്പോൾ ദാസേട്ടൻ അത് അപ്പോൾ അത് അങ്ങനെ പാടി എന്നെ കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കിത് സിങ്കാകുന്നു, ഞാൻ മറ്റേത് വെച്ചല്ലേ ഷൂട്ട് ചെയ്യുന്നത്, ലിപ്പ് സിങ്കാകുന്നില്ല എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു രവിയേട്ടൻ ഇത് ശരിയാകത്തില്ല, ഇത് ഇനിയിപ്പോൾ ദാസേട്ടനാണ് പാടി ഇനി പാടി. ഞാൻ പിന്നെ ദാസേട്ടൻ ഒന്നുകൂടെ വിളിച്ചോണ്ട് നമുക്ക് പിക്ചറിട്ട് കാണിക്കാം. അപ്പോൾ ദാസേട്ടൻ അത് വെച്ച് പാട്ടിട്ട് പാട്ട് ഡബ് ചെയ്യാറ് നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞു ദാസേട്ടൻ എങ്ങനെയല്ലേ, ഞാൻ ദാസേട്ടനെ വിളിച്ചു. ദാസേട്ടൻ അന്ന് റെക്കോർഡ് ചെയ്യുന്നത് ഒരു ചെറിയ കറക്ഷനാണ്. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ അത് പറഞ്ഞാൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്ന പേടിയുണ്ട്. അങ്ങനെ പുള്ളിയെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നു. രവിയേട്ടൻ പുള്ളിയുടെ അടുത്ത് പറയത്തില്ല, പുള്ളി അകത്തിരിക്കുക, ഞാൻ പിക്ചർ പുള്ളി ഒരു ആദ്യത്തെ പരിപാടി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് അപ്പോൾ ആദ്യത്തെ എപ്പോഴും ശരിയായിട്ടില്ല. എനിക്ക് മ്യൂസിക്കലി ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ടെക്നിക്കലി അത് ശരിയല്ല. അപ്പോൾ ഞാൻ രവിയേട്ടൻ ഒന്നുകൂടെ വേണമെന്ന് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ തന്നെ പോകും. ഞാനിങ്ങനെ പതുക്കെ ചുറ്റിക്കൂടി നിന്നിട്ട് ദസറ പോകാനായിട്ടൊക്കെ പെട്ടിയൊക്കെ എടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ചെയ്യുന്ന പറ്റി എന്താ കുഴപ്പം പറ. ഞാൻ പറഞ്ഞു അല്ല ലിപ്പ് സിങ്കർ അതാണ് എൻ്റെ പണി, ഞാൻ ലിപ്പ് സിങ്കിങ് പരിപാടിയാണോ. ഞാൻ ഒന്നുകൂടെ ദസേട്ടാന്നൊക്കെ പറഞ്ഞ് കൈയും കാലും പിടിച്ച് 2-3 പ്രാവശ്യം പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് ഒപ്പിച്ചെടുത്തു. അന്ന് നമ്മൾ ദാസേട്ടൻ്റെയും ഒരു ആരും ചെയ്ത് കാണത്തില്ലല്ലേ പാട്ട് ഡബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സിലൂടെയാണ് ആ സിനിമ ഉണ്ടായത്. അതിന് നാഷണൽ അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ലാലിനെ സംബന്ധിച്ചോളം ഭയങ്കര കാര്യമാണ്. ഞാനത് ഇപ്പം നമ്മൾ കിരീടത്തിലെയും മറ്റ് എൻ്റെ തന്നെ സതയത്തിലെയൊക്കെ ക്യാരക്ടേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആ ലെവലിലേക്ക് എത്തേണ്ട നന്നായി ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവലിലോട്ട് നമ്മൾ ചിലപ്പം അതിനെ സിനിമ കാണുമ്പോൾ പോലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. പക്ഷേ അന്നത്തെ ജൂറി അത് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ഡിസേർവിംഗ് ആണ്. എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ പറയുന്ന മറ്റ് സിനിമകളുടെ ലാലിന് അവാർഡ് കിട്ടിയ മറ്റ് സിനിമകളുടെ കാര്യങ്ങൾ പറയുന്ന കുട്ടികൾ അത്രയും ഒരു ഹൈപ്പ് അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ആ ക്യാരക്ടറിന് കിട്ടിയിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇത് കിട്ടാത്ത ഇത് കൊടുക്കാത്തതിന്റെ ഗിൽറ്റ് കൊണ്ട് അടുത്ത് കൊടുത്താന്നുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. അല്ല അങ്ങനെ വരാൻ കാര്യമില്ല, കാരണം അത് ഡിഫറെൻറ്റ് ജൂറി അല്ലേ, ആ ജൂറിയും ടോട്ടലി മാറും. അതല്ല അവർക്കത് അല്ല അതായത് വളരെ റിയലിസ്റ്റിക്കായിട്ടും നാച്ചുറലായിട്ടും ചെയ്തു. വളരെ ഇമോഷൻസും ഒക്കെ കണ്ടൻറ് വൈസ് ആ ക്യാരക്ടർ വലിയൊരു സ്ട്രെയിൻഫുൾ ആയിട്ടുള്ളൊരു പീരിയഡ്സ് കൂടെ കടന്നു പോകുന്നുണ്ടല്ലോ അയാളുടെ ചേട്ടൻ്റെ ഒക്കെ. അപ്പം പെർഫോമൻസ് വൈസ് ഡിസേർവിങ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്ന ചില പെർഫോമൻസസ് ഉണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യും ചിലപ്പോൾ ഒരു പക്ഷേ ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടാവാം.